ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ ശ്രോതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല ദിവസത്തിൻ്റെ ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ മഹത്വകരമായിരിക്കുന്ന വചനം ശ്രവിപ്പാൻ നമുക്ക് ദൈവം ഒരുക്കിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് തുടർച്ചയായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് തക്ക സമയത്ത് തൻ്റെ സകല അനുഗ്രഹങ്ങളും ലോകത്തിൽ നമുക്ക് അനുഭവിപ്പാനെ കൊണ്ട് തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് നമ്മോട് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തു അതിവേഗം വരും. ഗലീലയുടെ തീരത്ത് ശിഷ്യന്മാർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവർ ഉയർത്തിലേക്ക് നോക്കി നിരാശയോടുകൂടി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് അവരോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അതിവേഗം വരാണ്ടൊക്കെ പോകുന്നു. ഈ ഭാഗ്യകരമായിരിക്കും പ്രത്യാശയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പൗലോസിനെയും ശീലാസിനെയും ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചനത്തെ സംസാരിപ്പാണ്ടൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ആരും നമുക്ക് സഹായമില്ലെന്ന് വന്നിരുന്നാലും നമ്മെ സഹായിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ നടത്തുന്ന ഒരു നല്ല യേശുക്രിസ്തുവിനെ കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ധാരാളം ആദായമുണ്ടാക്കിയിരുന്ന ഒരു അടിമ പെൺകുട്ടി ഞങ്ങൾ കണ്ടുമുട്ടി. ദൈവത്തിൻ്റെ ദാസന്മാർ ശുശ്രൂഷയ്ക്കായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട്, ദൈവവചനം സംസാരിക്കാണ്ടൊക്കെ അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ഒരുങ്ങി പുറപ്പെട്ടു പോകുകയാണ്. അവർ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസും ശീലാസും ദേശത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരടിമ പെൺകുട്ടി അവരെ നിരന്തരമായിട്ട് പിന്തുടർന്നുകൊണ്ട് അവരോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടാണ് ഈ വേദഭാഗം കാണിക്കുന്നത്. അതിന് 17-ാമത്തെ വാക്യത്തിൽ അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞെന്താണ്? ഇവൾ വെളിച്ചപ്പാടത്തിയ ഒരു സ്ത്രീയാണ്. ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അടിമ പെൺകുട്ടിയാണ്. അവൾ മറ്റാർക്കോ വേണ്ടി, അല്ലെങ്കിൽ അവളെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ഒരു യജമാനന് വേണ്ടി അവളുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ചെയ്യുന്നത് എന്താണ്? അവളുടെ ആ മതത്തിനനുസരിച്ച് അവളെന്താണ്? വെളിച്ചപ്പാടത്തിയായ സ്ത്രീയാണ്. അവളുടെ അടുത്ത് വരുന്നവരോട് ലക്ഷണം പറയുകയും മുഖം നോക്കി വരും വരായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വരുന്നവരുടെ കയ്യിൽ നിന്ന് യജമാനൻ പണം വാങ്ങിച്ച് സംതൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെ നോക്കിക്കൊണ്ട് അവർക്ക് ആരെയും നോക്കി പ്രവചിക്കാൻ പറ്റില്ല. പിശാചിന് വളരെ ശക്തിയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ദൈവത്തിൻ്റെ ദാസന്മാർ ചെയ്യുന്നത് പോലെ തന്നെ പിശാചും ഒരു പരിധിവരെ അവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ലോകത്തിൽ രണ്ട് ശക്തിയാണ്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയും ഒന്ന് പിശാചിൻ്റെ ശക്തിയും. ഇന്ന് ലോകത്തിൽ രണ്ട് ആരാധനയാണ്. ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള ആരാധനയും ഒന്ന് അല്ലാതെ പിശാചിൻ്റെ മാർഗത്തിൽ കൂടെ ആരാധനയും അവനെ സന്തോഷിപ്പിക്കുന്ന ആരാധനയും ഇന്ന് ലോകത്തിൽ ദർശിക്കാനൊക്കെ കഴിയും. ഇവിടെ നാം നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവൾ വിളിച്ചു പറയാണ്. പിശാചിനറിയാം ലോകത്തിൽ മനുഷ്യനെ തമ്മിൽ പരസ്പരം തിരിച്ചറിയാണ്ടൊക്കണം താമസം വന്നിരുന്നാലും പിശാചിന് ഒരു മനുഷ്യനെ തിരിച്ചറിയാണ്ടൊക്കണം അവന് യാതൊരു പ്രയാസമില്ല. ആ പ്രിയ അല്ലെങ്കിൽ ആ അടിമ പെൺകുട്ടിയിൽ ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീക്കകത്ത് പിശാച് കയറിക്കൊണ്ട് പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് അവർ വിളിച്ചു പറയുകയാണ്. വളരെ നാളുകളായിട്ട് ഇങ്ങനെ പൗലോസും സീലാസും ഇത് കേട്ട് അവർക്ക് അസഹ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആരംഭത്തിൽ നാം വായിക്കുമ്പോൾ ആ സ്ഥാനത്തൊന്നും അവരവരെ ശാസിക്കുകയോ അവർ അത് കേട്ടുകൊണ്ട് പോവുകയാണ്. പലപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ച് അവർക്കെതിരായിട്ട് വരുന്ന ഓരോ വിഷയങ്ങളുടെ മുമ്പാകെ അവർ സർവശക്തനായ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയോടുകൂടെ മൗനമായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു, ഇങ്ങനെ അവൾ വളരെ നാളുകൾ ചെയ്തു വന്നു. ഇത് അസഹ്യമായപ്പോൾ പൗലോസ് അവർക്ക് നേരെ തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോടെ വളരെ നാളുകളായിട്ട് സഹിച്ച് മടുത്തിട്ട് ദൈവത്തിൻ്റെ ദാസൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, അവൾ വസിക്കുന്നത് ഒരു ഭൂതമാണെന്ന് ദൈവത്തിൻ്റെ ദാസൻ അറിയാം. അവളെ നയിക്കുന്നത് പിശാചാണെന്ന് ദൈവത്തിൻ്റെ ദാസൻ അറിയാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടു പോകുവാൻ പറയുകയാണ്. പൗലോസ് അവളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടു പോകാനൊക്കെ പറയുകയാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അത് അവളെ വിട്ടുപോയി. ദൈവത്തിൻ്റെ ജനമേ, ദൈവമക്കളുടെ മുമ്പാകെ, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മുമ്പാകെ, യേശുക്രിസ്തു നടത്തുന്ന ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പാകെ അവർക്ക് അധികാരമായിട്ട് ദുഷ്ടശക്തികളെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയും, പിശാചേ നീ മാറി നിൽക്കുവാനൊക്കെ പറയാൻ കഴിയും. ഇന്ന് ചില ആളുകളൊക്കെയും പറയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിശാചിനെ ഞാൻ ബന്ധിക്കുന്നെന്ന് പറയുന്നു. പിശാച് നോക്കി നിന്ന് ചിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പ് വരെ പിശാചിന് പ്രവർത്തിപ്പാൻ്റെയൊക്കെ അവകാശം കൊടുത്തിരിക്കുകയാണ്. അവനെ പിടിച്ചു കെട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ അവനെ ചങ്ങലക്കിടുമെന്ന് പറയണം. അന്ന് മാത്രമേ അവനെ ബന്ധിക്കാൻ കഴിയത്തുള്ളൂ. അനേക ആളുകൾ പറയും പിശാചിനെ ഞാൻ ബന്ധിക്കുന്നെന്ന്. അങ്ങനെ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവവചനം നമ്മൾ ശരിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറയുകയാണ്, നീ നിരന്തരമായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്, നീ നിരന്തരമായിട്ട് എന്നെ ഫോളോ ചെയ്യുകയാണ്, പിശാചേ നീ മാറി നിൽക്കാൻ പറയുകയാണ്, അവളെ വിട്ട് മാറിപ്പോകാനൊക്കെ പറയുകയാണ്. അവളെ വിട്ട് മാറിപ്പോയി. എന്താണ് സംഭവിച്ചത്? അവൾക്കിനി ശക്തിയില്ല, അവൾക്കിനി പ്രവചിക്കാൻ കഴിയത്തില്ല, പഴയതുപോലെ ലക്ഷണം പറയാനൊക്കെ കഴിയത്തില്ല. അവളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ദാസൻ്റെ മുമ്പിൽ, ദൈവമക്കളുടെ മുമ്പിൽ എന്താണ് സംഭവിച്ചത്? വിശുദ്ധ വേദപുസ്തകം തുടർന്ന് നാം വായിക്കുമ്പോൾ യജമാനൻ്റെ ലാഭം പോയിപ്പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അതിൻ്റെ കാരണം നാം കണ്ടുപിടിക്കുക സ്വാഭാവികമാണ്. ഏതെങ്കിലും ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടത്തിപ്പുകാരനെ സംബന്ധിച്ച് അവർ കീഴുദ്യോഗസ്ഥരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അത് സ്വാഭാവികമാണ്. ഇവിടെ എന്താണ്? അവരുടെ ലാഭം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ആരാണ്? പൗലോസും സീലാസുമാണെന്ന് അവർ വിലയിരുത്തി. അവരുടെ അന്വേഷണത്തിൽ ഇവളിൽ നിന്ന് ഈ ശക്തി നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത് പൗലോസിൻ്റെയും സീലാസിൻ്റെയും വാക്കുകൾ കൊണ്ടാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. അവരെന്താണ് ചെയ്തതെന്നറിയാമോ? അതിൻ്റെ തുടർന്നുള്ള വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം,
അതിൻ്റെ 19 വാക്യപ്രകാരം വായിക്കുന്നു, അവരുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ പ്രതീക്ഷ പോയതുകൊണ്ട് പൗലോസിനെ ശീലാസിനെ പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോയി. എത്ര ശോചനീയമായിരിക്കുന്ന അവസ്ഥ! അവർ ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ. അവളിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന, അവളെ നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ ശാസിച്ച് പുറത്താക്കി. എന്താണ് പ്രമാണിമാർ ചെയ്തത്? പൗലോസിനെ ശീലാസിനെ പിടിച്ചു. അവരെ പിടിച്ച് ചന്തസ്ഥലത്തൂടെ ആളുകളെല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അവരെ നടത്തിക്കൊണ്ട് പോയെന്നല്ല കാണുന്നത്, അവരെ വലിച്ചിഴച്ച് പറയുന്നതാണ്. കാലയിൽ പിടിച്ച് താഴേട്ട് വലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെ കൊണ്ടുപോവുകയാണ്. എത്രമാത്രം നിന്ന ഭാരമാണ്, എത്രമാത്രം പ്രയാസമാണ്, എത്രമാത്രം ദുഃഖമാണ് ഈ പ്രിയ ദൈവദാസന്മാർ അനുഭവിക്കുന്നത്. ഇന്നും നിരപരാധിത്വത്തിൻ്റെ പേരിൽ യാതൊരു കുറ്റവും ചെയ്യാതെ അനേക ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, എനിക്ക് വേദനിക്കുന്ന പോലാണ് മറ്റുള്ളവനെ വേദനിക്കുന്നതെന്ന് ചിന്തിക്കാതെ വളരെ നീചമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ആരോഗ്യമുള്ളവർക്ക്, പണമുള്ളവർക്ക്, അധികാരം കൈയിരിക്കുന്നവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്ത് തോന്നിവാസം ചെയ്യാമെന്നുള്ള കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ അവരുടെ കാര്യമാണ് വലുത്, അവരുടെ തത്വമാണ് വലുത്, അവർ വിശ്വസിക്കുന്ന മാർഗമാണ് വലുത്. അവരെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയത്തില്ല. അധികാരം കയ്യിലുണ്ട്, സമ്പത്ത് കയ്യിലുണ്ട്, പദവി കയ്യിലുണ്ട്. ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അനേക ആളുകൾ ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏത് സ്ഥാനത്തായിരുന്നാൽ തന്നെയും, രാഷ്ട്രീയത്തിലായിരുന്നാൽ, സാമുദായിക സംഘടനകളിലായിരുന്നാൽ, മത സംഘടനയിലായിരുന്നാൽ, എവിടെയായിരുന്നാലും ആ സ്ഥാനങ്ങളിലൊക്കെയും ഇപ്രകാരം ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേക ആളുകളെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇവിടെ എന്താണ്? പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ച് ചന്തസ്ഥലത്തേക്ക്, സ്ഥലത്തുകൂടെ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ജനക്കൂട്ടം നിന്നുകൊണ്ട് ഒരുപക്ഷെ ആർത്തിരമ്പി കൈകൊട്ടിക്കൊണ്ട് കൂകി വിളിച്ചിട്ടുണ്ടായിരുന്നേക്കാം. അവരെ കൊണ്ടുപോയി എന്താണ് ചെയ്തത്? അതിൻ്റെ തുറന്നുള്ള വാക്യം വായിക്കുമ്പോൾ അവർ പറയുകയാണ്, അതിൻ്റെ 21-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. അവർ പറയുകയാണ്, നമ്മുടെ പട്ടണത്തെ കലക്കി. അവരെന്താണ് ചെയ്തത്? അവർ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, അവളിലുള്ള ഭൂതത്തെ മാറ്റിക്കളഞ്ഞു. പട്ടണത്തെ കലക്കിയില്ല, അല്ലെങ്കിൽ അധികാരത്തെ ചോദ്യം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. തങ്ങൾക്ക് ലഭിച്ച കൃപയനുസരിച്ച് പിശാചിനെ ശാസിച്ചതേ ഉള്ളൂ. എന്താണ് അതിൻ്റെ 21-ാമത്തെ വാക്യം? ഇവർ റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാൻ അനുസരിക്കുവാനും ന്യായമല്ലാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞു. അവരുടെ പേരുള്ള കുറ്റം അതാണ്. അവർ പ്രസംഗിക്കുന്നു, അവർ യേശുവിനെ പ്രസംഗിക്കുന്നു. അത് മതിയാക്കാനൊക്കെ പറയുകയാണ്. ഇന്നും ലോകത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാനൊക്കെ കഴിയത്തില്ല. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ഏത് മതത്തിൻ്റെ സംഹിതകൾ പ്രസംഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അധികാരത്തിൻ്റെ പ്രവൃത്തി ഉപയോഗിച്ചുകൊണ്ട് അനേക ആളുകൾ അവരുടെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ ദാസന്മാരെ അവർ പരസ്യമായിട്ട് പരസ്യക്കോലമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷമായി ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു, ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, വടി കൊണ്ട് അവർ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ ധാരാളം അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ ശ്രദ്ധയോടെ കാക്കുവാൻ ഏൽപ്പിച്ചു. നിരപരാധികൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കുറ്റം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ ഇടപെട്ടതുകൊണ്ട് അവർ ആ അടിമ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഭൂതത്തെ മാറ്റി. അവളിപ്പോൾ ആരോഗ്യവതിയാണ്, അവളിപ്പോൾ സന്തോഷവതിയാണ്. അവളുടെ ശരീരത്തിന് അവൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല. അവൾ നല്ല പോലെ വസ്ത്രധാരണം ചെയ്ത്
അവൾ മിടുക്കിയായിരിക്കുന്ന പെൺകുട്ടിയായിട്ട് മാറി. എന്നാൽ പ്രമാണികൾക്ക് അവരുടെ ലാഭം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ കോപം കൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെ വലിച്ചിഴച്ച് തെരുവീതികളിൽ കൂടെ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിച്ച് ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടടച്ചു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടു. കാരാഗ്രഹത്തിനകത്ത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലോ മറ്റ് സ്ഥാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥയിലാണ് മറ്റ് സ്ഥല ജയിലറകളൊക്കെയും. ആ ജയിലിനകത്ത് ഉള്ളിൽ ജയിൽ പുള്ളിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൈകാലുകളൊക്കെയും ചങ്ങലക്കിടും, സ്വാതന്ത്ര്യമില്ല. ഇവിടെ ജയിലിൻ്റെ ഉള്ളിൽ അടച്ചതിന് ശേഷം കാരാഗ്രഹ പ്രമാണിയോട് പറയുകയാണ്, വളരെ ശ്രദ്ധയോടുകൂടെ ഇവരെ സൂക്ഷിക്കണം. ഇവർ ഒരു കാരണവശാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനൊക്കെ സാധിക്കരുത്. അത്രമാത്രം കോപം, അത്രമാത്രം ദേഷ്യം, അധികാരം ഉപയോഗിച്ച് ദൈവദാസന്മാരെ ജയിലിനുള്ളിൽ അടച്ചു. ജയിലുള്ളിൽ കിടക്കുകയാണ്. കാരാഗ്രഹ പ്രമാണി പുറത്തു നിൽക്കുകയാണ്. ജയിലിനുള്ള അടയ്ക്കപ്പെട്ട അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും രാത്രി ഉറങ്ങാനൊക്കെ കഴിയുന്നില്ല. ശരീരം മുഴുവനും വേദനയാണ്, അടിച്ച പാടുകളാണ്. ഒരു ദാക്ഷിണ്യമില്ലാതെ വളരെ ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. ദൈവത്തിൻ്റെ ജനമേ, നോക്കിയാട്ടെ, രാത്രിയുടെ യാമത്തിൽ ലോകത്തിൻ്റെ സകല മനുഷ്യന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരാഗ്രഹ പ്രമാണി പോലും ഉറങ്ങുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഉറങ്ങാനൊക്കെ കഴിയുന്നില്ല. അവരുടെ ശരീരം വേദനിക്കുകയാണ്, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ആഹാരം കഴിച്ചിട്ടില്ല, സുഖമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല. അവരുടെ കൈകാലുകളൊക്കെ ചങ്ങലയാണ്. ചങ്ങലയാൽ ബന്ധിതരായി ഈ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രിയ സ്നേഹിത, പലപ്പോഴും നിൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള കഷ്ടതകൾ കടന്നു വന്നിട്ടുണ്ടോ? വേദനകൾ കടന്നു വന്നിട്ടുണ്ടോ? നാം ദൈവത്തെ തള്ളിപ്പറയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ആ സമയത്ത് 2 കള്ളന്മാർ ഇടത്തും വലത്തുമായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ഒരുവൻ വിളിച്ച് പറയുകയാണ്, ഒരുവൻ യേശു ക്രിസ്തു നോക്കിക്കൊണ്ട് അവൻ തന്നെത്താൻ ശപിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് കഷ്ടതകൾ വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ സ്വയമായിട്ട് നോക്കിക്കൊണ്ട് പറയും, എനിക്കിനി ജീവിക്കാനൊക്കെ കഴിയത്തില്ല, ഈ കഷ്ടതയുടെ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്ന അനേക ആളുകളുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ എന്താണ്? അർദ്ധരാത്രി സമയത്ത്, രാത്രിയുടെ യാമത്തിൽ വേദനയിൽ കൂടെ നീങ്ങുകയാണ്, പ്രയാസം കൂടെ നീങ്ങുകയാണ്. ആരും ആശ്രയമില്ല, ആരും സഹായമില്ല. അവർക്കൊരു കാര്യം അറിയാം, അകത്ത് കർത്താവായ യേശു ക്രിസ്തു അവർക്ക് ധൈര്യം തരുന്നവർക്കറിയാം. അവർ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് പാടി സ്തുതിക്കുകയാണ്. നിൻ്റെ കഷ്ടതയിൽ, നിൻ്റെ വേദനയിൽ, നിൻ്റെ ദുഃഖത്തിൽ, നിൻ്റെ പ്രയാസത്തിൽ നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയുമോ? നിനക്ക് നന്മ ദൈവം തരുന്നുണ്ട്. തിന്മയുടെ അനുഭവത്തിൽ കൂടെ നീങ്ങിയാൽ തന്നെയും ആ സാഹചര്യത്തിലും നിനക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ കഴിയുന്നെങ്കിൽ അത് നല്ല അനുഭവമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ ദാസന്മാർ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ പൗലോസ് ശീലാസ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കൂടെയുള്ള തടവുകാർക്ക് ഒരു ഉന്മേഷമായി, ഒരു താല്പര്യമായി. ഈ കഷ്ടതയിൽ, ഈ പ്രയാസത്തിൽ ദൈവമക്കൾ പാടി സ്തുതിക്കുന്നു. അവർക്കെത്രമാത്രം പ്രയാസമുണ്ട്, അവർക്കെത്രമാത്രം പ്രതികൂലമുണ്ട്, അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അവർ പാടി സ്തുതിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ ജയിലിനുള്ളിലാകട്ടെ, നീ ലോകത്തിൻ്റെ ഏത് സ്ഥാനത്താകട്ടെ, നീ കഷ്ടതയിലാകട്ടെ, നീ കണ്ണുനീരിലാകട്ടെ, നീ പ്രയാസത്തിലാകട്ടെ, നീ കടലിൻ്റെ അടിത്തട്ടിലാകട്ടെ, നീ ഇരുട്ടിനകത്താകട്ടെ, പക്ഷേ നീ പാടി സ്തുതിക്കുവാൻ നിന്നെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. യഹോവയായിരിക്കും ദൈവം എന്താണ്? സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, എൻ്റെ ദാസന്മാർ ജയിലിനുള്ളിലാണ്, പക്ഷേ ഞാൻ ഉറങ്ങുന്ന ദൈവമല്ല. യേശു പറയാണ്, ഞാൻ ഉറങ്ങത്തില്ല. അവരെന്നെ ഉപദ്രവിച്ചെങ്കിൽ അവർ അവനെ ഉപദ്രവിച്ചത് എന്നെ ഉപദ്രവിച്ചതുപോലെയാണ്. യേശു എന്നാണ് അവർക്ക് ബലം കൊടുക്കുകയാണ്, അവർക്ക് ശക്തി കൊടുക്കുകയാണ്, അവർക്ക് ആവശ്യമായിരിക്കും എല്ലാ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. തടവുകാർ പ്രാർത്ഥിച്ചു കൊടുക്കപ്പെടുന്നതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. യഹോവയായിരിക്കും ദൈവം ആ ജയിലിനുള്ളിലേക്ക് തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഇവിടെ എന്താണ് കാണുന്നത്? ജയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ജയിലിൻ്റെ വാതിലുകളെല്ലാം തുറന്നു. അവരുടെ ചങ്ങലകളെല്ലാം അവരുടെ ശരീരത്തിൽ നിന്ന് അവർ അഴിഞ്ഞു മാറി.
തടവുകാരൊക്കെയും അന്തം വിട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നീ കഷ്ടതയിൽ, നീ വേദനയിൽ, നീ ഏത് സാഹചര്യത്തിലാണോ ആ ഇടത്തേക്ക് എൻ്റെ യേശു ഇറങ്ങി വന്ന് നിന്നെ കരങ്ങളിൽ പിടിച്ച് നിന്നെ ബലപ്പെടുത്തുവാനൊക്കെ അവൻ ശക്തനാണ്. നോക്കിയാട്ടെ, ദൈവമക്കളെ പാടി സ്തുതിച്ചു, അവർ സന്തോഷിച്ചു. കാരാഗ്രഹ പ്രമാണി അവൻ ഉറക്കമുണർന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? കാരാഗ്രഹ പ്രമാണി ഭയന്നു. കാരണം തനിക്ക് കിട്ടിയ പ്രത്യേക ഓർഡർ എന്താണെന്നറിയാമോ? അവരെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. അവർ വിട്ടുപോകരുത്, അവർ നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ അവർ ഓടിപ്പോകാനൊക്കെ വന്നതല്ല. അവരെ ജയിലിനകത്തേക്ക് ദൈവം അയച്ചെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാരാഗ്രഹ പ്രമാണി മുമ്പേ അവനെ പരിഹസിച്ചവന്, അവരെ ഉപദ്രവിച്ചവർ ഇപ്പോൾ കൈകൂപ്പിക്കൊണ്ട് അവരുടെ അടുത്ത് നിന്ന് പറയുകയാണ്, യജമാനന്മാരെ രക്ഷപ്പെടുവാണ്ടൊക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? മുമ്പേ അവരെ ബന്ധിച്ച് ജയിലിനകത്ത് അടച്ചവർ ഇപ്പോൾ പറയുകയാണ്, യജമാനന്മാരെ രക്ഷപ്പെടുവാണ്ടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് മുമ്പാകെ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയ ഒരു പീഡനമാണ്. അവരാദ്യം വിചാരിച്ചു, അവർക്കതറിയാം, ഞങ്ങളുടെ കർത്താവ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പ്രസംഗിച്ചിട്ടുള്ള, അത് വിശ്വസിച്ചിട്ടുള്ള പൗലോസും ശീലാസും ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ നിന്നു. പീഡനം കണ്ട മധ്യേ, പ്രയാസം കണ്ട മധ്യേ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെയും, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാണ്ടൊക്കെയുണ്ട്. ഇവിടെ എന്താണ്? കഷ്ടതകൾ വരുമ്പോൾ നാം ദൈവത്തെ ശപിക്കാറുണ്ട്, സാഹചര്യത്തെ ശപിക്കാറുണ്ട്. നാം ശപിക്കുകയല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ നിന്ന് പാടി സ്തുതിച്ചു. ദൈവം കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൂതന്മാരവിടെ ഇറക്കി അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കാരാഗ്രഹ പ്രമാണി നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യം അവർ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ, എൻ്റെ കഷ്ടത മാറുവാൻ, എൻ്റെ കണ്ണുനീർ മാറുവാൻ, എൻ്റെ പ്രയാസം മാറുവാൻ എനിക്ക് എന്ത് ചെയ്യാനൊക്കെ കഴിയും? ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് പറയാനൊക്കെ കഴിയണം, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവമേ രക്ഷപ്പെടുവാൻ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് എന്ത് സംഭവിച്ചു? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ താല്പര്യമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ താല്പര്യമുണ്ടോ? പ്രിയ ശ്രോതാവേ, യേശു നിന്നെ കൈവിടുന്ന ദൈവമല്ല. അവൻ ജയിലറയ്ക്കകത്ത് ഇറങ്ങുന്ന ദൈവമാണ്. അവൻ സിംഹത്തിൻ്റെ കൂട്ടിൽ ഇറങ്ങി വന്ന ദൈവമാണ്. നദിക്കുള്ളിൽ, ഇരുട്ടിനുള്ളിൽ, കഷ്ടതയുടെ നടുവിൽ, നിൻ്റെ ഭവനത്തിനുള്ളിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്നിലേക്ക് നീ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവവേദനാണെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറയുകയാണ്. ഈ ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ? ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടോ? കാരാഗ്രഹ പ്രമാണി പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ അടിയന് വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പൗലോസിനെ ശീലാസിനെ ഓർത്ത ദൈവം, കാരാഗ്രഹത്തിൽ അത്ഭുത പ്രവൃത്തി നടത്തിയ ദൈവം, കാരാഗ്രഹ പ്രമാണിയെ വിടുവിച്ച ദൈവം, ഇന്ന് പകൽക്കാലം ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.